സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. എല്ലാ പരീക്ഷകളിലും കോമൺ ആയിട്ട് ചോദിച്ചു കാണുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകളുടെ എണ്ണം 4 ആണ്. ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകളുടെ എണ്ണം 4. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ആരാണ്? എ.ഒ. ഹ്യൂം ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് എ.ഒ. ഹ്യൂം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമേത്? കാൽഷ്യമാണ്. കാൽഷ്യമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരാണ് അയ്യപ്പൻ. അയ്യപ്പൻ എന്നത് ആരുടെ യഥാർത്ഥ പേരാണ്? ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരാണ് അയ്യപ്പൻ. കേരളത്തിൽ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? കേരളത്തിൽ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 19 ആണ്. ജൂൺ 19 ആണ് കേരളത്തില് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ജൂൺ 19. രക്തപര്യനം ഒരു തവണ പൂർത്തിയാക്കുമ്പോൾ ഹൃദയത്തിലൂടെ രക്തം എത്ര തവണ കടന്നു പോകുന്നു? രക്തപര്യനം ഒരു തവണ പൂർത്തിയാകുമ്പോൾ ഹൃദയത്തിലൂടെ രക്തം എത്ര തവണയാണ് കടന്നു പോകുന്നത്? 2 തവണ കടന്നു പോകുന്നു. 2. ഹൃദയ ധമനികൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ അറിയപ്പെടുന്നത്? ഹൃദയധമനികൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് ബൈപ്പാസ് ശസ്ത്രക്രിയ. ഹൃദയ ധമനികൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് ബൈപ്പാസ് ശസ്ത്രക്രിയ. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതിയാണ്. 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. യൂറിക് ആസിഡ് അസ്ഥികളിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന വീക്കം. യൂറിക് ആസിഡ് അസ്ഥികളിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന വീക്കമാണ് ഗൗട്ട്. യൂറിക് ആസിഡ് അസ്ഥികളിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന വീക്കമാണ് ഗൗട്ട്. ഇന്ത്യയുടെ കേപ്പ് കെനഡി എന്ന് അറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ടയാണ്. ഇന്ത്യയുടെ കേപ്പ് കെനഡി എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട. ഏറ്റവും കൂടിയ വിശിഷ്ട താപധാരിതയുള്ള മൂലകം. ഹൈഡ്രജൻ ആണ്. ഏറ്റവും കൂടിയ വിശിഷ്ട താപധാരിതയുള്ള മൂലകമാണ് ഹൈഡ്രജൻ. മാഷ് ടെസ്റ്റ് ഏതിന്റെ സാന്നിധ്യമാണ് നിർണ്ണയിക്കുന്നത്? മാഷ് ടെസ്റ്റ് നിർണ്ണയിക്കുന്നത് എന്തിന്റെ സാന്നിധ്യമാണ്? ആഴ്സനിക്കിന്റെ സാന്നിധ്യമാണ്. മാഷ് ടെസ്റ്റ് നിർണ്ണയിക്കുന്നത് ആഴ്സനിക്കിന്റെ സാന്നിധ്യമാണ്. കുലീനവാതകങ്ങൾ എത്രാമത്തെ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്? കുലീനവാതകങ്ങൾ ഉൾപ്പെടുന്നത് 18ാമത്തെ ഗ്രൂപ്പിലാണ്. കുലീനവാതകങ്ങൾ ഉൾപ്പെടുന്നത് എത്രാമത്തെ ഗ്രൂപ്പിലാണ്? 18ാമത്തെ ഗ്രൂപ്പിലാണ് കുലീനവാതകങ്ങൾ ഉൾപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് പരീതു പിള്ളയാണ് കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്നത് പീനിയൽ ഗ്രന്ഥിയാണ്. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? പീനിയൽ ഗ്രന്ഥി. ഹണ്ടിങ്ടൺ രോഗം ബാധിക്കുന്നത് നാഡീവ്യവസ്ഥയെയാണ്. റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണർ O.A. സ്മിത്ത് ആണ്. റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണർ. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, റിസർവ് ബാങ്കിന്റെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ആര് എന്ന് കമന്റ് ചെയ്യുക. റിസർവ് ബാങ്കിന്റെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ. അടുത്ത ചോദ്യം, പാലിയം സത്യാഗ്രഹം നടന്ന വർഷം. പാലിയം സത്യാഗ്രഹം നടന്നത് 1947ലാണ്. പാലിയം സത്യാഗ്രഹം നടന്നത് 1947. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്?
1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ബക്രാനങ്കലാണ്. ബക്രാനങ്കലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി. ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ പ്രധാനമന്ത്രി. ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. കാശിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം. കാശിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമാണ്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ശുക്രൻ. ഓക്സിജന്റെ അറ്റോമിക സംഖ്യ എത്രയാണ്? ഓക്സിജന്റെ അറ്റോമിക സംഖ്യ 8. ഓക്സിജന്റെ അറ്റോമിക സംഖ്യ 8. ജനകീയ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏത്? ജനകീയ പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെട്ടത് 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ജനകീയ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്ന് അറിയപ്പെട്ടത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? SBI ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? SBI. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. കുറ്റ്യാടിപ്പുഴ. ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ആര്? ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ. മലിനീകരണം നടത്തുന്ന വ്യവസായശാലകളുടെ മേൽ ചുമത്തുന്ന നികുതി ഏത്? മലിനീകരണം നടത്തുന്ന വ്യവസായശാലകളുടെ മേൽ ചുമത്തുന്ന നികുതിയാണ് കാർബൺ നികുതി. കാർബൺ നികുതി. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2 ആണ്. 3:2. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി. ജോഗ് വെള്ളച്ചാട്ടം. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ശരാവതി നദിയിലാണ്. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ശരാവതി നദിയാണ്. ശരാവതി നദി. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം കോട്ടയമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം ഏതാണ്? കോട്ടയം. ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിൽ ഉൾക്കൊള്ളുന്ന ഊർജം. ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിൽ ഉൾക്കൊള്ളുന്ന ഊർജമാണ് സ്ഥിതികോർജം. ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിൽ ഉൾക്കൊള്ളുന്ന ഊർജം ഏതാണ്? സ്ഥിതികോർജമാണ്. തേക്കടി വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേര്. തേക്കടി വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേര് നെല്ലിക്കാമ്പെട്ടി. നെല്ലിക്കാമ്പെട്ടി എന്നത് തേക്കടി വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേരാണ്. ഏത് മണ്ണിന്റെ 2 വകഭേദങ്ങളാണ് ഖാദർ, ബങ്കർ എന്നിവ? ഖാദർ, ബങ്കർ എന്നത് എക്കൽ മണ്ണിന്റെ 2 വകഭേദങ്ങളാണ്. പുതിയ എക്കൽ മണ്ണ് ഖാദർ എന്നും പഴയ എക്കൽ മണ്ണ് ബങ്കർ എന്നും അറിയപ്പെടുന്നു. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പാക്കിയത് ആര്? പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പാക്കിയത് ലിട്ടൺ പ്രഭു ആണ്. ലിട്ടൺ പ്രഭു. പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിളിക്കപ്പെട്ടത് ആര്? പ്രച്ഛന്ന ബുദ്ധൻ ശങ്കരാചാര്യരാണ്. ശങ്കരാചാര്യരാണ് പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിളിക്കപ്പെട്ടത്. മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചത് എന്ന്. മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചത് 1891 ജനുവരി 1 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചത്. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലാണ് മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല. കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ ഏതാണ്? നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിലാണ് കെൽവിൻ സ്കെയിൽ. നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ ഏതാണ്? കെൽവിൻ സ്കെയിൽ ആണ്. കെൽവിൻ സ്കെയിൽ.
ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകൾ ഏതാണ്? ഫോസിലുകൾ കാണപ്പെടുന്നത് അവസാദ ശിലകളിലാണ് ഫോസിലുകൾ കാണപ്പെടുന്നത്. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമാണ് നീലഗിരി താർ എന്ന വരയാടാണ് ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം. നീലഗിരി-താർ എന്ന വരയാട്. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി ഏതാണ്? ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി ഏതാണ്? സിന്ധു നദിയാണ് ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി, സിന്ധു നദി. ദക്ഷിണ നളന്ദ എന്ന് അറിയപ്പെടുന്നത് കാന്തള്ളൂർ ശാലയാണ്. ദക്ഷിണ നളന്ദ എന്നറിയപ്പെടുന്നത് ഏതാണ്? കാന്തള്ളൂർ ശാലയാണ് ദക്ഷിണ നളന്ദ എന്ന് അറിയപ്പെടുന്നത്. പൊട്ടാസ്യം മൂലകത്തിന് K എന്ന പ്രതീകം ലഭിച്ചത് ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ്? പൊട്ടാസ്യത്തിന് K എന്ന പ്രതീകം ലഭിച്ചത് കാലിയം എന്ന ലാറ്റിൻ വാക്കിൽ നിന്നുമാണ്. പൊട്ടാസ്യം മൂലകത്തിന് K എന്ന പ്രതീകം ലഭിച്ചത് കാലിയം എന്ന ലാറ്റിൻ വാക്കിൽ നിന്നുമാണ്. സഹോദരൻ അയ്യപ്പൻ അന്തരിച്ചത് ഏത് വർഷമാണ്? 1968 സഹോദരൻ അയ്യപ്പൻ അന്തരിച്ചത്. 1968 സഹോദരൻ അയ്യപ്പൻ അന്തരിച്ചത്. മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് പൊയ്കയിൽ യോഹന്നാനാണ് മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. പൊയ്കയിൽ യോഹന്നാൻ. മൂക്കുത്തി സമരവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. മൂക്കുത്തി സമരവുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യത്തെ ഭാരതീയനാണ് AR റഹ്മാൻ. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യ ഭാരതീയനാരാണ്? AR റഹ്മാൻ. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. പഞ്ചകല്യാണി നിരൂപം എന്ന കൃതിയുടെ കർത്താവ്. പഞ്ചകല്യാണി നിരൂപം എന്ന കൃതിയുടെ കർത്താവ് മന്നത്ത് പത്മനാഭൻ. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് രാജ് നാരായൺ ബോസ് ആണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്ന് അറിയപ്പെടുന്നത്. ആഷസ് ക്രിക്കറ്റ് മത്സരം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? നടക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലാണ് ആഷസ് ക്രിക്കറ്റ് മത്സരം നടക്കുന്നത്. ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ. യൂറി ഗഗാറിൻ ആദ്യമായിട്ട് ബഹിരാകാശ സഞ്ചാരം നടത്തിയ വാഹനം ഏതാണ്? യൂറി ഗഗാറിൻ ആദ്യമായിട്ട് ബഹിരാകാശ സഞ്ചാരം നടത്തിയ വാഹനമാണ് വോസ്റ്റോക്ക് 1 യൂറി ഗഗാറിൻ ആദ്യമായിട്ട് ബഹിരാകാശ സഞ്ചാരം നടത്തിയത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ സ്ഥിരം അധ്യക്ഷൻ ആരാണ് എന്ന് കമന്റ് ചെയ്യുക. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? മുഹമ്മദ് യൂനൂസ്. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? മുഹമ്മദ് യൂനൂസ്. ഇന്റർനാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആര്? ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ദാദാബായ് നവറോജി. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല എന്നത് ഏത് മൗലികാവകാശത്തിന്റെ പരിധിയിൽ വരുന്നതാണ്? ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല എന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ദി പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് ആര്? ദി പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് ടാഗോറാണ്. ടാഗോറിന്റെ കൃതിയാണ് ദി പോസ്റ്റ് ഓഫീസ് എന്നത്.
ഇരുമ്പിന്റെ പുറത്ത് സിങ്ക് പൂശുന്ന പ്രക്രിയ. ഇരുമ്പിന്റെ പുറത്ത് സിങ്ക് പൂശുന്ന പ്രക്രിയയാണ് ഗാൽവനൈസേഷൻ. ഗാൽവനൈസേഷൻ എന്നത് ഇരുമ്പിന്റെ പുറത്ത് സിങ്ക് പൂശുന്ന പ്രക്രിയയാണ് ഗാൽവനൈസേഷൻ. വളരെ ഉയർന്ന ഊഷ്മാവ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? വളരെ ഉയർന്ന ഊഷ്മാവ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് പൈറോമീറ്റർ. വളരെ ഉയർന്ന ഊഷ്മാവ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? പൈറോമീറ്റർ ആണ്. ധരാതലീയ ഭൂപടങ്ങളിലെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത്. ധരാതലീയ ഭൂപടങ്ങളിലെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? കൃഷിയിടങ്ങളെയാണ്. കൃഷിയിടങ്ങളെയാണ് ധരാതലീയ ഭൂപടങ്ങളിലെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇന്ത്യയിൽ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഹരപ്പയിലെ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ആര്? എവിടത്തെയാണ്? ഹരപ്പയിലെ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ദയാറാം സാഹ്നിയാണ്. ദയാറാം സാഹ്നിയാണ് ഹരപ്പയിലെ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശമാണ് നാഡീകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശമാണ് നാഡീകോശം. ചുവന്ന രക്താണുക്കൾ അരിവാളിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന അസുഖം ഏതാണ്? സിക്കിൾ സെൽ അനീമിയയാണ്. ചുവന്ന രക്താണുക്കൾ എന്തിന്റെ ആകൃതിയിലാണ്? അരിവാളിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന അസുഖം സിക്കിൾ സെൽ അനീമിയ. വ്യക്തമായ കാഴ്ച ലഭിക്കുന്നതിന് ഒരു വസ്തുവും കണ്ണും തമ്മിലുള്ള കുറഞ്ഞ ദൂരം എത്ര സെന്റിമീറ്റർ ആണ്? 25 സെന്റിമീറ്റർ ആണ്. 25 സെന്റിമീറ്റർ ആണ്. വ്യക്തമായ കാഴ്ച ലഭിക്കുന്നതിന് ഒരു വസ്തുവും കണ്ണും തമ്മിലുള്ള കുറഞ്ഞ ദൂരം 25 സെന്റിമീറ്റർ. അടുത്ത ചോദ്യം, മധ്യകർണത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. ഏതൊക്കെയാണ്? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ്. മധ്യകർണത്തിലെ അസ്ഥികളുടെ എണ്ണം 3. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ ഏതാണ്? രാജസ്ഥാൻ കനാലാണ്. ഇന്ദിരാഗാന്ധി കനാൽ അല്ലെങ്കിൽ രാജസ്ഥാൻ കനാലാണ് ഇന്ദിരാഗാന്ധി കനാൽ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാലാണ് രാജസ്ഥാൻ കനാൽ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി കനാൽ. തീർത്ഥാടന ടൂറിസത്തിന്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ട. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക എന്ന് വിളിക്കപ്പെട്ടത് ആരാണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക എന്ന് വിളിക്കപ്പെട്ടത് ആനി ബസന്റ് ആണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക എന്ന് വിളിക്കപ്പെട്ടത് ആനി ബസന്റ്. കേരളത്തിലെ ഏത് വിഭാഗം ആദിവാസികളെ കുറിച്ചാണ് ഗാന്ധിജി യങ് ഇന്ത്യയിൽ ലേഖനം എഴുതിയിരിക്കുന്നത്? നായാടികളെ കുറിച്ചാണ്. കേരളത്തിലെ ഏത് വിഭാഗം ആദിവാസികളെ കുറിച്ചാണ് ഗാന്ധിജി യങ് ഇന്ത്യയിൽ ലേഖനം എഴുതിയിരിക്കുന്നത്? നായാടികൾ. ദേശീയ ബാലാവകാശ കമ്മീഷൻ ആദ്യ ചെയർപേഴ്സൺ ആദ്യത്തെ ചെയർപേഴ്സൺ ശാന്താ സിൻഹയാണ്. ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 15 ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 15. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്ന വ്യവസായം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്നത് ടെക്സ്റ്റൈൽസ് ആണ്. ടെക്സ്റ്റൈൽസ് വ്യവസായമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്ന വ്യവസായം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഏതൊക്കെയാണ്? എണ്ണൂർ, ചെന്നൈ, തൂത്തുക്കുടി എന്നിവിടങ്ങളിലാണ് തുറമുഖങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം തമിഴ്നാട്, എണ്ണൂർ, ചെന്നൈ, തൂത്തുക്കുടി. ഇന്ത്യയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏതാണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ നിയന്ത്രിക്കുന്നത് ഏതാണ്? സെബിയാണ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ.
സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്നത്. ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ. ഭൗതിക ഭൂപടങ്ങൾ. ഇന്ത്യയിൽ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? മൗലിക അവകാശങ്ങൾ 6. മൗലിക കടമകൾ എത്രയാണ്? 11. കേരളത്തിൽ നാളികേര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാളികേര മ്യൂസിയം കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. നാളികേര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊച്ചി. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം. ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം ഏതാണ്? 1885 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്. ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായിട്ട് അംഗീകരിച്ച വർഷം. ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായിട്ട് അംഗീകരിച്ചത് 2001 2001. മാർത്താണ്ഡവർമ്മ എന്ന നോവൽ എഴുതിയത് ആരാണ്? CV രാമൻ പിള്ളയാണ്. മാർത്താണ്ഡവർമ്മ എന്ന നോവൽ എഴുതിയത് ആരാണ്? CV രാമൻ പിള്ള. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യമാണ്. തിരുവനന്തപുരത്ത് ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ലിത്താർജ് എന്തിന്റെ അയിരാണ്? ലിത്താർജ് കറുത്തീയത്തിന്റെ അയിരാണ്. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ്. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നത് എയ്ഡ്സ്. മലബാറിലുണ്ടായ കർഷക കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷൻ. മലബാറിലുണ്ടായ കർഷക കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷൻ. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്നാണ്? കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് ഏപ്രിൽ 5 1957 ഏപ്രിൽ 5 1957 കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത്. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിന്റെ പ്രതിഭാസം. പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. മലയാളി മെമ്മോറിയലിലെ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ്. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ബാരിസ്റ്റർ GP പിള്ളയാണ്. ദേശീയ ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത് ക്യാപ്റ്റൻ രാം സിംഗ് ഠാക്കൂർ ആണ്. ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വരൂപം ആലപിക്കുവാനെടുക്കുന്ന സമയം. 20 സെക്കൻഡ് ആണ്. ദേശീയ ഗാനം ആലപിക്കുവാൻ എടുക്കുന്ന സമയം എത്രയെന്ന് ചോദിച്ചാൽ 52 സെക്കൻഡ് ആണ്. ഹ്രസ്വരൂപം 20 സെക്കൻഡ്. അർജുന അവാർഡ് നേടിയ ആദ്യ കേരളീയ വനിതയാണ് KC ഏലമ്മ. കേരള സർക്കാർ ആരംഭിച്ച മറൈൻ ആംബുലൻസിന്റെ പേരാണ് പ്രതീക്ഷ. കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. പഴുത്ത തക്കാളിക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു. ചുവപ്പ് നിറം നൽകുന്നത് ലൈക്കോപ്പീൻ ആണ്. കാർഗിൽ യുദ്ധം നടന്ന വർഷം. കാർഗിൽ യുദ്ധം നടന്നത് 1999 കാർഗിൽ യുദ്ധം നടന്നത്. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിൽ എത്തുന്ന രീതി. വികിരണം മൂലമാണ്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം പക്ഷികളെക്കുറിച്ചുള്ള പഠനശാഖയാണ് ഓർണിത്തോളജി. പക്ഷികളെക്കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത് ഓർണിത്തോളജി. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.